ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് സ്പെയിനിലാണ്. ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ സ്മാർട്ട് ഫോൺസ് ഇല്ലാണ്ട് സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബാങ്കിങ് കാര്യങ്ങളാണെങ്കിലും ഫ്രണ്ട്സായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം നമ്മളെ സഹായിക്കുന്നത് സ്മാർട്ട് ഫോൺസ് ആണ്. നമ്മുടെ സിസ്റ്റം വഴി ഈ കാര്യങ്ങളെല്ലാം സാധിക്കുമെങ്കിലും നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്മാർട്ട് ഫോൺസിന് തന്നെയാണ്. ഇത്രയൊക്കെ അഡ്വാൻറ്റേജസ് ഇതിനുണ്ടെങ്കിലും പലരുടെയും ലൈഫിനെ ഇത് അഫക്ട് ചെയ്യുന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. ഈ സ്മാർട്ട് ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്ന കാര്യത്തെ നമ്മുടെ സ്പാനിഷ് ഗവൺമെന്റ് ഒരു പബ്ലിക് ഹെൽത്ത് എപ്പിഡമിക് ആയിട്ട് കണക്കാക്കി കഴിഞ്ഞു. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു പോസ്റ്റ് കാണാൻ വേണ്ടി കയറി കഴിഞ്ഞാൽ 1-2 മണിക്കൂർ സമയം പോകുന്നതും അറിയില്ല. ഇൻസ്റ്റഗ്രാം നമ്മുടെ സമയം കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം കളഞ്ഞു ഓട്ടോമാറ്റിക് ആയിട്ട് നേരെ യൂട്യൂബിൽ ഷോർട്സ് കണ്ട് സമയം കളയും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കറിയാം എന്ത് കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കും എന്നുള്ള കാര്യം. പണ്ട് ആരോ പറഞ്ഞ മാതിരി ഒരാളെ നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ സമയം നശിപ്പിച്ചാൽ മതി എന്ന് കേട്ടിട്ടുണ്ട്. സ്മാർട്ട് ഫോൺ അഡിക്ഷന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇത്. നമ്മുടെ സ്ലീപ്പിനെ അഫക്ട് ചെയ്യും, നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യും, നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിനെ അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഡിപ്രഷൻ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാണ്ടാവുമ്പോഴാണ് നമുക്ക് ഡിപ്രഷൻ വരിക. ഇപ്പൊ നമ്മൾ കാലത്ത് എഴുന്നേറ്റു, നമുക്കറിയാം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടെന്ന് അറിയാം, പക്ഷെ സംഭവം നമ്മുടെ ടൈം എല്ലാം വേസ്റ്റ് ആയിപ്പോയി. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇൻ ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഡിപ്രസ്ഡ് ആയിരിക്കുള്ളൂ. അതുകൊണ്ട് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സ്പാനിഷ് ഗവൺമെന്റ് കുറച്ച് എക്സ്പേർട്സ് അടങ്ങുന്ന കുറച്ച് എക്സിക്യൂട്ടീവിനെ വെച്ച് ഇതിനെ പറ്റിയുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഏകദേശം ഒരു 250 പേജുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ഇതിൽ ഒന്നാമത്തെ കാര്യമാണ് സ്മാർട്ട് ഫോൺ അഡിക്ഷനെ ഒരു പബ്ലിക് ഹെൽത്ത് എപ്പിഡമിക് ആയിട്ട് കണക്കാക്കിയിട്ടുണ്ട്. മദ്യത്തിലൊക്കെ ഉള്ള മാതിരി മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം എന്നുള്ള പോലെ നമ്മുടെ സ്മാർട്ട് ഫോൺസിലും ഇനി ഒരു വാർണിംഗ് ഉണ്ടാവും. എക്സസീവ് സ്ക്രീൻ ടൈമിനെ പറ്റിയുള്ള അവയർനെസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഡിജിറ്റൽ ഡിവൈസസ് കംപ്ലീറ്റ്ലി ബാൻ ചെയ്തിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കാൻ പറ്റില്ല. ടിക്ടോക്ക്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അതേപോലത്തെ കാര്യങ്ങളെല്ലാം ബാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ 4ാമത്തെ കാര്യമാണ് 16 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ ഡം ഫോൺസേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഡം ഫോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അത്യാവശ്യം കോൾ ചെയ്യാം, ടെക്സ്റ്റ് ചെയ്യാം, അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ഫോണാണ് ഡം ഫോൺസ്. എക്സാമ്പിൾ പറയുന്നത് നോക്കിയ ഫോൺസ് അല്ലേ, പഴയ കീപാഡ് നോക്കിയ ഫോൺസ് എല്ലാം ഡം ഫോൺസിന് എക്സാമ്പിൾ ആണ്. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എക്സസീവ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ സിസ്റ്റം ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല ഏകദേശം 250 പേജുള്ള റിപ്പോർട്ടാണ്. ഞാൻ ഇതിന്റെ ഓവർവ്യൂ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ ലിങ്ക് എന്റെ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഓൾറെഡി ഈ കാര്യങ്ങളെല്ലാം പാർലമെന്റിലേക്ക് മൂവ് ചെയ്തതാണ്. 2025 ഇത് നിയമം പ്രാബല്യത്തിൽ വരുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോഴത്തുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ.